പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ആരാധനയുടെ സമയമാണ്. നമ്മളെല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ആരാധന നിമിഷങ്ങളിൽ കർത്താവിനോട് നമ്മളെ തന്നെ ചേർത്ത് നിർത്തും. ഇതാ ഈ ആരാധന നിമിഷങ്ങളിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തോട് ബോധപൂർവം നമ്മൾ ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളാണ്. വചനം പറയുന്നുണ്ടല്ലോ, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-8 വചനങ്ങളൊക്കെ പറയുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്ക്, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്ക്, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും എന്നാണ് വചനം പറയുന്നത്. ഇനി സങ്കീർത്തകൻ 145 അതിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് ചിലർക്ക് സമീപസ്ഥനാണ്, കർത്താവ് ചിലരോട് ചേർന്ന് നിൽക്കും. എൻ്റെ സങ്കീർത്തകൻ പറയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്. അതെങ്ങനെയാ? ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും കർത്താവ് സമീപസ്ഥനാണ്. അവൻ അവിടെ ചേർന്ന് നിൽക്കും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മളെല്ലാവരും കർത്താവിനെ വിളിക്കുന്നവരാണ്, നമ്മളെല്ലാവരും കർത്താവിനെ ആരാധിക്കുന്നവരാണ്. പക്ഷേ ചിലരോട് കർത്താവ് പ്രത്യേകമാം വിധം ചേർന്ന് നിൽക്കുന്നതിന് കാരണം ഹൃദയ പരമാർത്ഥതയോടെ അവിടുത്തെ വിളിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ കർത്താവിനെ ഹൃദയ പരമാർത്ഥതയോടെ നമുക്ക് വിളിക്കാം, പരമാർത്ഥമായ ഹൃദയത്തോടെ. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട്, പല കാര്യങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ട്, അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ആ വിഷയങ്ങൾക്കും മീതെ നീ കർത്താവിനെ വിളിക്കണം. ആ പ്രശ്നങ്ങളുടെ മീതെ നീ കർത്താവിനെ വിളിച്ചിറക്കണം. ആ തടസ്സങ്ങളുടെ മീതെ നീ കർത്താവിനെ വിളിച്ചിറക്കണം. അത് കർത്താവിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരണം. സമീപസ്ഥനാണെന്നല്ലേ പറഞ്ഞത്? ആരോട്? തന്നെ ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ നീ ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി നിന്റെ അടുത്ത് വരും, നിന്റെ കൂടെ വരും, നിന്റെ ജീവിതത്തിൽ വരും. നിന്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരും. കർത്താവ് ഇറങ്ങി നടന്നാൽ പിന്നെ ഒരു പ്രശ്നവും പ്രശ്നമല്ലാതായിട്ട് മാറും. കർത്താവ് കൂടെയുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഒരു പ്രശ്നമല്ല. കർത്താവ് കൂടെയില്ലാത്തതാണ് സകല പ്രശ്നങ്ങളുടെയും കാരണം. മർത്താദ് വിളിച്ചു പറഞ്ഞില്ലേ, ദൈവമേ, നീ കൂടെയുണ്ടായിരുന്നെങ്കിൽ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നുവെന്ന്. ഇപ്പൊ ലാസർ മരിക്കാനുള്ള കാരണം തൻ്റെ സഹോദരൻ പറഞ്ഞ് നീ കൂടെ ഇല്ലായിരുന്നു കൊണ്ടാണോ? നമ്മുടെ കർത്താവ് കൂടെ ഇല്ലാത്തത് കൊണ്ടല്ലേ പല ജീവിതാനുഭവങ്ങളിൽ നമ്മൾ വെപ്രാളപ്പെട്ട്, അസ്വസ്ഥരായി, ആകുലപ്പെട്ട്, നിരാശപ്പെട്ട്, സ്വയം ശപിച്ചൊക്കെ ജീവിതം തള്ളി നീക്കുന്നതിന് കാരണം കർത്താവ് കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. അനുഭവങ്ങളിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? കർത്താവിനെ കൂടെ തന്നെ നിർത്തണം. ഉള്ള അനുഭവം കർത്താവ് ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, കർത്താവിനെ തള്ളി മാറ്റുകയല്ല ചെയ്യേണ്ടത്. കർത്താവിൽ നിന്നും പതറിപ്പോവുകയോ ഇടറിപ്പോവുകയോ അകന്നു പോവുകയോ അല്ല ചെയ്യേണ്ടത്. അങ്ങനെ പോയാൽ ആ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമില്ല. അങ്ങനെ പോയാൽ ആ പ്രശ്നം ഒരിക്കലും മാറില്ല. നിന്റെ ജീവിതത്തെ അലട്ടുന്ന പ്രശ്നം എന്തും ആകട്ടെ, ദുശീലങ്ങളാകാം, പാപത്തോടുള്ള ബന്ധമാകാം, അവിശുദ്ധ ബന്ധങ്ങളാകാം, സാമ്പത്തിക തകർച്ചയാകാം, പഠന മേഖലയിലുള്ള പരാജയമാകാം, ജീവിതത്തെ അലട്ടുന്ന പലവിധ പ്രശ്നങ്ങളാകാം, മക്കളുടെ പ്രശ്നങ്ങളാകാം, ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങളുടെ ഒക്കെ പ്രശ്നം എന്തുമാകട്ടെ, ഏത് പ്രശ്നത്തിലും നീ കർത്താവിനോട് ചേർന്നിരുന്നാൽ മാത്രമേ ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുള്ളൂ. അത് മറക്കരുത്, അത് നീ മറക്കരുത്. അതുകൊണ്ട് പരിഹാരം തേടി നെട്ടോട്ട് ഓടാതെ നീ ഏത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം കർത്താവിൻ്റെ അടുത്തേക്ക് വാ.
നിന്റെ കർത്താവ് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് മാറും. നിന്റെ കർത്താവിന് മാത്രമേ നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റൂ. കരങ്ങൾ 2 ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഈ പ്രശ്നങ്ങളുടെ മീതെ നിന്റെ കർത്താവ് ഇറങ്ങി വരട്ടെ. ഈ പ്രതിസന്ധികളിലേക്ക് കർത്താവ് ഇറങ്ങി വരട്ടെ. നിന്റെ തകർച്ചകളിലേക്ക്, നിന്റെ രോഗപീഠകളിലേക്ക്, നിന്റെ ബാധ്യതകളിലേക്ക്, നിന്റെ ഇടറിപ്പോയ ഇന്നലകളിലേക്ക്, നിന്റെ കുറ്റബോധത്തിലേക്ക്, നിരാശകളിലേക്ക് നിന്റെ കർത്താവ് ഇറങ്ങി വരട്ടെ. അവരാഗ്രഹത്തോടെ, അവർ സ്നേഹത്തോടെ കർത്താവിനെ വിളിച്ച് ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗികൾ പ്രാർത്ഥിക്കുക. മാരക രോഗം മൂലം വേദനിക്കുന്നവർ പ്രാർത്ഥിക്കുക. ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ പ്രാർത്ഥിക്കുക. ആ രോഗങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരട്ടെ. ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് ഇന്നും എന്നും എക്കാലവും സമീപസ്ഥനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയേ ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന, 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 ആരാധന. മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം എല്ലാ മക്കളും മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഈ ആശീർവാദം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരൊറ്റ നിമിഷം മതി. അതുകൊണ്ട് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ സ്വർഗത്തിൻ്റെ ഒരു ആശീർവാദം, ഒരു അനുഗ്രഹം നീ ആഗ്രഹിക്കുന്നുണ്ടോ, ആ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തുയർത്തുക. കർത്താവെ, രോഗികളുണ്ട്, മാരക രോഗികളുണ്ട്, കുടുംബം തകർന്നു പോയവരുണ്ട്, മക്കള് വഴിവിട്ട അവസ്ഥയിലേക്കൊക്കെ കടന്നുപോയി. ദുശീലങ്ങൾ, മദ്യം, ലഹരി, അവിശുദ്ധ ബന്ധങ്ങൾ, പാപകരമായ കൂട്ടുകെട്ടുകൾ, മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനുകൾ, വീഡിയോ ഗെയിമിൻ്റെ അഡിക്ഷനുകൾ, പോണോഗ്രഫി അഡിക്ഷനുകൾ, അങ്ങനെ ഒരുതരം അഡിക്ഷനിലേക്കൊക്കെ പോയ മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ടാകാം. കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങൾ ഓർത്തൊക്കെ ഒത്തിരി സങ്കടപ്പെടുന്നവരുണ്ടാകാം. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. അതിൻ്റെ സങ്കടമുള്ളവർ, പല മേഖല തടസ്സങ്ങളുള്ളവരുണ്ടാകാം. എല്ലാ വശങ്ങളെയും ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. നിന്റെ കർത്താവ് നിനക്ക് മതിയായവനാണ്. അവൻ്റെ ആശീർവാദം നിനക്ക് മതിയായതാണ്. ആ വിശ്വാസത്തിൽ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം കൂടി കർത്താവിനെ ഹൃദയം കൊണ്ട് സ്തുതിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ